നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഒമാൻ. UAEക്ക് പിന്നാലെയാണ് ഒമാനും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രവേശന വിലക്ക് നീട്ടിയിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ പ്രവേശന വിലക്ക് തുടരുമെന്നും ഒമാൻ സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് UAEയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് UAE അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരുന്നു. ഈ മാസം 14 അവസാനിക്കുന്ന പ്രവേശന വിലക്കാണ് UAE ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. സമയം കുവൈത്തിൽ നിന്നും ഇന്ത്യക്കുള്ള മെഡിക്കൽ സഹായവുമായി കുവൈറ്റ് സൈനിക വിമാനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. കുവൈറ്റ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റി ശേഖരിച്ച മെഡിക്കൽ സഹായവുമായി ആദ്യ വിമാനം ഇന്ത്യയിൽ എത്തിയതായി ഇന്ത്യയിലെ കുവൈറ്റ് സ്ഥാനാധിപതി ജാസിം അൽ നജീം കുവൈറ്റ് ന്യൂസ് ഏജൻസിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഖ് ഇന്ത്യക്ക് മെഡിക്കൽ സഹായം എത്തിക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുവൈത്തിൽ നിന്നും പുറപ്പെട്ട ആദ്യ സൈനിക വിമാനത്തിൽ 40 ടൺ മെഡിക്കൽ സഹായമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. കുവൈത്തും ഇന്ത്യയും തമ്മിൽ തുടർന്ന ശക്തമായ നയതന്ത്ര ബന്ധത്തിന് തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ മെഡിക്കൽ സഹായം എത്തിക്കുന്നതെന്നും ഇന്ത്യയിൽ കുവൈറ്റ് സ്ഥാനാധിപതി അഭിപ്രായപ്പെട്ടു.